പാലക്കാട് മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ വിജയം നമ്മൾ കണ്ടതാണ്. രമേശ് പിഷാരടിയുടെ വിജയ ആഹ്ലാദ പ്രകടനത്തിനിടെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ഇന്നലെ ഒരു ആക്രമണം നടക്കുകയുണ്ടായി. ഓഫീസിന് നേരെ യു.ഡി.എഫ് പ്രവർത്തകർ പടക്കമെറിയുകയായിരുന്നു. ചോദ്യം ചെയ്തവർക്ക് നേരെ കുപ്പിയേറുമുണ്ടായി. തുടർന്ന് പോലീസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. മുൻ എംപിയും സംസ്ഥാന സമിതി അംഗവുമായ NN കൃഷ്ണദാസിനെ പോലും പോലീസ് കയ്യേറ്റം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്നലെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള വിശദാംശങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സല്ലിങ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. നോക്കൂ, വിജയം ഉറപ്പാക്കി കഴിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെ അക്രമത്തിന്റെ പാതയിലേക്കാണ് പാലക്കാട് യു.ഡി.എഫ് മാറിയിരിക്കുന്നത്. യു.ഡി.എഫ് പ്രവർത്തകരുടെ അക്രമം സിപിഎമ്മിന്റെ ഓഫീസിന് നേരെയായിരുന്നു. എന്താണ് നിലവിലത്തെ സാഹചര്യം? പോലീസും സിപിഎം പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സുന്ദൂരി. ഇന്നലെ രാത്രിയോട് കൂടിയാണ് UDF പ്രവർത്തകരുടെ ഈ ഒരു പ്രകടനം പാലക്കാട് ജില്ലയിൽ പ്രധാനമായും നടന്നത്. അതായത് രാത്രി എന്ന് പറയുമ്പോൾ സന്ധ്യയായ സമയത്ത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ വിജയത്തിൽ പ്രകടനം നടത്തിക്കൊണ്ട് രമേശ് പിഷാരടിയുമായിട്ടുള്ള ഒരു ജാഥ പ്രധാനപ്പെട്ട വീതികളിലൂടെ പോവുകയായിരുന്നു. അങ്ങനെ വിക്ടോറിയ കോളേജിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച ജാഥ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രവർത്തകർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിലെത്തിയപ്പോൾ വാഹനമൊക്കെ നിർത്തി വിജയാഹ്ലാദങ്ങളൊക്കെ ഉച്ചത്തിലാക്കി. അതിനു പിന്നാലെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായി ആൾക്കൂട്ടത്തിൽ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് പടക്കമേറ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുണ്ടായി. തുടർന്ന് ജില്ലാ കമ്മിറ്റി ഈ പടക്കമേറുണ്ടായപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസുകളുടെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവരിത് ചോദ്യം ചെയ്തു. പോലീസ് ഇക്കാര്യത്തിൽ പിന്നീട് ഇരു കൂട്ടർക്ക് ഇടയിൽ നിന്നു. പക്ഷേ വീണ്ടും അവിടെ കല്ലേറുണ്ടായപ്പോഴേക്കും അത് അക്രമാസക്തമാവുകയും പോലീസ് പിന്നീട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു അവസരം കിട്ടിയതുപോലെ കയറി ആക്രമിച്ചു എന്ന രീതിയിലാണ് ആക്രമണം നടത്തിയത്. ഞാനിപ്പോൾ ഉള്ളത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ്. അതായത് ഇന്നലെ രാത്രി ആക്രമണം നടന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിലേക്കാണ്. ഇവിടെ ഈ പ്രധാന വാതിന് മുമ്പിലെ പ്രധാന ഗേറ്റ് നമുക്ക് കാണാം. ഗേറ്റിനപ്പുറത്ത് പ്രധാനപ്പെട്ട റോഡ് കടന്നു പോകുന്നുണ്ട്, വിക്ടോറിയ കോളേജിൻ്റെ. കൂടാതെ പണ്ഡിറ്റ് മോത്തിലാൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് റോഡിനപ്പുറത്ത് കാണാൻ പറ്റും. ഈ വീതിയിലൂടെ പ്രകടനം കടന്നു പോകുമ്പോഴാണ് ആ റോഡിൽ നിന്നുകൊണ്ടുള്ള പടക്കമേറ്, കല്ലേറ് തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത് മുഖം മറച്ചൊരു യുവാവാണ് ഇങ്ങോട്ട് പടക്കമേറുന്നത്. അത് ആ ദൃശ്യത്തിൽ കാണാം. ആ പടക്കം എറിയുമ്പോൾ തന്നെ പെട്ടെന്ന് അവർ കൂടെയുള്ളവർ ആര് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നെ തുടർച്ചയായി അതുണ്ടാവുകയും അക്രമം ഉണ്ടാവുകയും അതിന് ചോദ്യം ചെയ്യുക. അത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പോലീസ് ഈ ലാത്തി ചാർജ് നടത്തിയത്. ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് പോലീസ് കടന്നു കയറി എന്നതാണ്. ഈ കുപ്പിയേറുണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട പടിവാതിലുണ്ടായിരുന്ന പൂച്ചട്ടികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട കെട്ടിടത്തിലെ, അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി പോകുന്ന ഈ വഴി. ഈ പടിക്കെട്ടിൽ നിന്നാണ് NN കൃഷ്ണദാസ്, മുൻ NP CPM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് പോലീസിനെ തടയുന്നത്. അദ്ദേഹം ഈ പടിക്കെട്ടിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ പോലീസ് ഈ പടിക്കെട്ട് കടന്ന് ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയേനെ. അതാണ് പ്രധാനപ്പെട്ട റിസപ്ഷനൊക്കെ ഉള്ള ഒരു ഓഫീസ്. അതിലേക്ക് പോയി കയറി കൂടുതൽ രീതിയിലുള്ള ആക്രമണം നടത്തിയേനെ. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് NN കൃഷ്ണദാസ് ഈ പടിക്കെട്ടിൽ നിന്ന് ആ ആക്രമണത്തെ തടയുകയാണ്. NN കൃഷ്ണദാസിനെയും പിടിച്ചു വലിക്കുകയും തള്ളിയിടുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു തരത്തിലും യാതൊരു സംയമനവും ഇല്ലാതെ പോലീസ് വലിയ രീതിയിലുള്ള ഒരു നരയാട്ടാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് നടത്തിയത്. പക്ഷേ പിന്നീട് കുറെ കഴിഞ്ഞ് കൂടുതൽ പ്രവർത്തകർ എത്തിയതിനു ശേഷമാണ് പിന്നീട് പോലീസ് ഇവിടെ നിന്ന് പിൻവാങ്ങുകയൊക്കെ ചെയ്തത്. പക്ഷേ 6ഓളം പ്രവർത്തകരെ മൃഗീയമായി തല്ലിച്ചതച്ചു. അവരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവരുടെയൊക്കെ മുതുകൊക്കെ അടിച്ചു പൊളിച്ചതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നൽകിയിരുന്നു. അതായത് ഫോട്ടോകളിലൊക്കെ കാണാൻ കുറേ യുവാക്കളാണ്. കാരണം അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്നലെ ഒരു സന്ധ്യയോടുകൂടി തന്നെ എല്ലാവരും അവരുടെ മണ്ഡലങ്ങളിലേക്ക് മടങ്ങിപ്പോയി. 7 നിയോജക മണ്ഡലങ്ങളിൽ വിജയിച്ചാണ്. അതുകൊണ്ട് അതാത് മണ്ഡലങ്ങളുടെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായി പോയി. പിന്നെ ഉണ്ടായിരുന്നത് നാമമാത്രമായ കുറച്ചുപേർ മാത്രമാണ്. അവരെയാണ് പോലീസ് വലിയ രീതിയിൽ തല്ലിച്ചതച്ചത്. അവരെന്തായാലും ഇപ്പോൾ ആശുപത്രിയിലാണ്. കൂടാതെ എന്തായാലും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം NN കൃഷ്ണദാസിന് തടയാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ജില്ലാ വ്യാപകമായുള്ള പ്രതിഷേധ പ്രകടനമാണ് CPIM ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്നത്.